ആതിര മാം ആൻഡ് അനുജ മാം റെഡി അല്ലേ? റെഡിയാണ് മാം. ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ മാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, സ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. വിംബിളിന്റെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് അനുജ മാമിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്, സ്റ്റുഡൻറ് കൗൺസിലറാണ്, സ്റ്റുഡൻറ് കോച്ചുമാണ്. ഞാൻ വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് കോച്ചിൻ്റെ 22ാം ബാച്ചിലെ മെമ്പറാണ്. എൻ്റെ പേഴ്സണൽ ഗ്രോത്തിനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ കോഴ്സ്. എൻ്റെ നോളജും സ്കില്ലും അപ്ഗ്രേഡ് ചെയ്യാനും പോളിഷ് ചെയ്യാനും ഈ കോഴ്സ് എന്നെ വളരെയധികം സഹായിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഫൈസൽ സാർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അർച്ചന മാമും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് സെൽഫായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൂടെയുള്ള ടീമാണെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അനുജ മാമാണ്. അനുജ മാം ഒരു സീനിയർ കൺസൾട്ടൻ്റ് ആണ്. മാമിൻ്റെ ഹോസ്പിറ്റല് പട്ടാമ്പി കൂറ്റനാട് എന്നുള്ള സ്ഥലത്താണ്. പാലക്കാട് ഒറ്റപ്പാലമാണ് മാമിൻ്റെ സ്വദേശം. മാമും ട്രെയിനേഴ്സ് ടോക്കിലെ 21ാം ബാച്ചിലെ മെമ്പർ ആയിരുന്നു. മാമിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് മാം വളരെയധികം മാമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഇതെന്നുള്ള രീതിയിലാണ്. മാമിൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഇത്. മാമിൻ്റെ ടേണിംഗ് പോയിന്റും ഇതിൽ നിന്നായിരുന്നു എന്നാണ് മാം പറഞ്ഞത്. മാമിന് അർച്ചന മാമിൻ്റെയും ഫൈസൽ സാറിൻ്റെ ഒക്കെ ഗൈഡൻസ് വളരെയധികം ഹെൽപ്ഫുള്ളായി. മാമിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് മാമിൻ്റെ നമ്മുടെ കോഴ്സിൻ്റെ 10 മിനിറ്റുള്ള സെക്ഷൻസ് ആയിരുന്നു. അത് മാമിന് കോൺഫിഡൻസ് നൽകുകയും മാമിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മാം ഇന്ന് നമുക്ക് റോൾ ഓഫ് സോഫ്റ്റ് സ്കിൽ ഇൻ പ്രൊഫഷണൽ സക്സസ് എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇന്നത്തെ ലൈഫിൽ സോഫ്റ്റ് സ്കില്ലുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് നോളജ് ഉണ്ടെങ്കിലും സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരാളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നത് ഉള്ളതാണ് സോഫ്റ്റ് സ്കില്ലിൽ പ്രധാനമായും പറയുന്നത്. ഇന്നത്തെ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസും അതുകൊണ്ട് കോൺഫിഡൻസും എല്ലാം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ സെക്ഷൻ വിജയകരമാവട്ടെ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു വെൽക്കം ആയിരുന്നു. ഞാൻ ഓഡിബിൾ അല്ലേ മാം? യെസ്, ഓഡിബിൾ ആണ് അനുജ മാം. കണ്ടിന്യൂ. ഓക്കെ, വൺസ് അഗൈൻ താങ്ക്സ്. എന്താണ്, നല്ലൊരു വെൽക്കം തന്നു. അപ്പോൾ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ബാച്ച് 21 സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്, അതായത് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് സോഫ്റ്റ് സ്കിൽസ് ഇൻ പ്രൊഫഷണൽ സക്സസ് എന്നതാണ്. അതായത് നമ്മുടെ പ്രൊഫഷനിൽ ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് സോഫ്റ്റ് സ്കിൽസ്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ നമ്മൾ പല സമയത്തും അതിനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ യൂസ്ഫുൾ ആക്കുന്നില്ല. അപ്പോൾ ഞാനൊരു സ്റ്റോറിയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോറി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജോ എന്ന പേരുള്ള ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോ ഒരു കമ്പനിയുടെ കീഴിൽ ഏകദേശം ഒരു 5 വർഷമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ജോക്ക് ഈ 5 വർഷമായിട്ടും കാര്യമായിട്ട് പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് കാര്യമായിട്ട് ആൾക്ക് സാലറി ഹൈക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ആള് സ്റ്റാർട്ടിങ് ടൈമിൽ വന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ആള് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം എന്താണ്, അപ്പൊ ആളിങ്ങനെ ചിന്തിച്ചു, എന്താ എനിക്ക് മാത്രം ഈ ഇങ്ങനെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തത്? എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, 5 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല, എൻ്റെ സാലറി ഹൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു പൊസിഷനിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ള ആൾക്ക് ഇങ്ങനെ ചിന്ത വരാൻ തുടങ്ങി. അപ്പൊ ആളിങ്ങനെ നോക്കുമ്പോൾ ആളുടെ കൊളീഗ് ഉണ്ട്, വേറൊരു മരമെട്ടുകാരൻ, വില്ലെന്നാണ് ആളുടെ പേര്. വില്ലന് വന്നിട്ട് ഏകദേശം 1 വർഷം ആയപ്പോഴേക്കും വില്ലന് പ്രൊമോഷൻ കിട്ടി, സാലറി ഹൈക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ഈ ജോയിനേക്കാളും ഒരു ഉയർന്ന സ്ഥാനത്തെത്തി വില്ല്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു
പ്രൊഫഷണൽ ജലസി വരും, അതിന് കൂടെ തന്നെ ഒരു നിരാശ നമ്മുടെ ഉള്ളിൽ. എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടില്ലല്ലോ, എന്നെക്കാളും വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഈ വ്യക്തിക്ക് ഈ ഒരു പൊസിഷൻ കിട്ടാന്നുണ്ടെങ്കിൽ എന്താവും അതിന്റെ കാരണം എന്നുള്ളത്. അപ്പൊ ആള് തീരുമാനിച്ചു, ബോസിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ബോസിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എനിക്ക് എന്നിട്ട് എന്താ ഇങ്ങനെ ഒരു ഇത് കിട്ടാത്തത്, പ്രൊമോഷനൊന്നും കിട്ടാത്തത്, അല്ലെങ്കിൽ വില്ലനെ കിട്ടിയല്ലോ പ്രൊമോഷൻ, എനിക്ക് കിട്ടണില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ആ ഒരു ഇതിങ്ങനെ ആളുടെ മനസ്സിലുള്ളത് ആള് ബോസിനോട് പറഞ്ഞു. അപ്പൊ ബോസ് പറഞ്ഞു, നിങ്ങളിപ്പോ പറഞ്ഞ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ, ഈ ഒരു കമ്പനിയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ വില്ലനാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഏത് രീതിയിലാണോ വന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ, ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് നിങ്ങൾ വരുന്ന സമയത്ത് ഒരു ദിവസം എത്ര മരം വെട്ടുന്നോ അത്ര മരം തന്നെയാണ് ഈ 5 വർഷത്തിന് ശേഷവും നിങ്ങൾ വെട്ടുന്നത്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ കാര്യമായിട്ട് യാതൊരു പുരോഗതിയും വന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ പുരോഗതി വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി ഹൈക്കും അതുപോലെ പ്രൊമോഷൻസും ഒക്കെ തരുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള, കാരണം കമ്പനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. കമ്പനി ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ജോ തീരുമാനിച്ചു, അപ്പൊ ഞാൻ നാളെ മുതൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമല്ലോ. ആ ഒരു ഇതില് ജോ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. കുറച്ച് നാൾ അങ്ങനെ ചെയ്തിട്ടും ജോക്ക് പിന്നെയും കാര്യമായിട്ട് പുരോഗതിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ആൾക്ക് പിന്നെയും നിരാശയായി. അപ്പൊ ആൾ എന്ത് ചെയ്തു, പിന്നെയും ബോസിനെ കണ്ടു. പിന്നെയും ബോസിനെ കണ്ടപ്പോ ബോസ് പറഞ്ഞു, നമുക്കൊന്നും അറിയാത്ത എന്തോ ഒരു കാര്യം വില്ലനറിയാം, അപ്പൊ വില്ലനോട് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നു. അപ്പൊ ജോ തീരുമാനിച്ചു, വില്ലനോട് ചോദിച്ചു നോക്കാം എന്താണെന്നുള്ള കാരണം വില്ലനോട് ചോദിച്ചു നോക്കാൻ വിചാരിച്ചു. അപ്പൊ വില്ലൻ എന്ത് ചെയ്തു, ജോ എന്ത് ചെയ്തു, വില്ലനെ മീറ്റ് ചെയ്തു. വില്ലനോട് ചോദിച്ചു, ഞാൻ നിന്നേക്കാളും മുൻപ് ഈ കമ്പനിയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിന്നേക്കാളും സീനിയർ ആണ്. അപ്പോ നിനക്ക് നീ വന്നിട്ട് ഇത്രേ ആയിട്ടുള്ളൂ, പക്ഷെ നിനക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടി, എനിക്കിപ്പോഴും അങ്ങനത്തെ പ്രൊമോഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്താണ് നിന്റെ വിജയതന്ത്രം, അതൊന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ട് ജോ ചോദിച്ചു. അപ്പൊ വില്ല് പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഒരു മരം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 മിനിറ്റ്, ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2 മിനിറ്റ് എടുത്ത് ആ 2 മിനിറ്റ് കൊണ്ട് എൻ്റെ മഴു ഞാൻ മൂർച്ച കൂട്ടും, രാഗി മിനുക്കി മൂർച്ച കൂട്ടും, എന്നിട്ടാണ് ഞാൻ അടുത്ത മരം വെട്ടുന്നുള്ളൂ. നിങ്ങൾ എന്നാണ് അവസാനമായിട്ട് നിങ്ങളുടെ മഴു മൂർച്ച കൂട്ടിയത് എന്ന് ചോദിച്ചു. അപ്പൊ വില്ലിന് അതൊരു ആ ഒരു ചോദ്യം വില്ലിന്റെ ഉള്ളിൽ, ജോയുടെ ഉള്ളിൽ തട്ടി. അതായത് എന്നാണ്, അപ്പൊ ജോ ആണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ചോദ്യം എന്നുള്ളത് വില്ല് ജോയോട് മാത്രം ചോദിച്ചിട്ടുള്ള ചോദ്യമല്ല, നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മഴു അവസാനമായിട്ട് മൂർച്ച കൂട്ടിയത് എന്നുള്ളത്. ഇനി കഥയുടെ സോഴ്സ് എവിടെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൽ, ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് കോപ്പീസ് വിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് യു ക്യാൻ വിൻ. യു ക്യാൻ വിൻ എന്ന ബുക്കിൽ ഓതർ ആയിട്ടുള്ള ഷിഫ്കാര ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. അപ്പോൾ ഈ വില്ല് ചോദിച്ച ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമാണ് ചോദിച്ചിട്ടുള്ളത് വില്ല്. അതായത് നമ്മുടെ ഇടയിലും ഉണ്ട് അങ്ങനത്തെ ആളുകൾ, എനിക്ക് പ്രൊഫഷണലായിട്ടൊരു സക്സസ് വരുന്നില്ല, എനിക്ക് ബിസിനസ്സിൽ ഒരു സക്സസ് വരുന്നില്ല, എൻ്റെ പ്രൊഫഷനിൽ ഞാൻ എങ്ങനെയാണോ ഞാൻ അവിടെ ജോലിക്ക് കയറിയത് ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്, എനിക്ക് യാതൊരു പ്രോഗ്രസ് ഇല്ല എൻ്റെ പ്രൊഫഷനിൽ, എനിക്ക് യാതൊരു മാറ്റങ്ങൾ വരുന്നില്ല, എന്താണ് അതിന് കാരണം, എനിക്ക് സാലറി ഹൈക്ക് ഉണ്ടാവുന്നില്ല, എനിക്ക് പ്രൊമോഷൻസ് കിട്ടുന്നില്ല, ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനെ പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ, നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളുടെ ഇടയിലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മഴു ലാസ്റ്റ് ആയിട്ട് മൂർച്ച കൂട്ടിയത്. ഇവിടെ മഴു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് സോഫ്റ്റ് സ്കിൽസിനെയാണ്. അതായത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ്. അപ്പൊ നമ്മൾ ഈ നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് വിചാരിക്കും. അതായത് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, പെരുമാറ്റ രീതി, മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി, അതുപോലെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യുന്ന രീതി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഴിവുകളെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലില് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള, അതായത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കഴിവുകളാണ് ഈ സോഫ്റ്റ് സ്കിൽസ്.
അതായത് നമ്മളെല്ലാവരും നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറി. നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമോ എനിക്ക് ഈ പൊസിഷനിൽ തന്നെ ഇരുന്നാൽ മതി. ഇപ്പം നമ്മളൊരു ക്ലറിക്കൽ പോസ്റ്റിലാണ് നമ്മൾ ജോലിക്ക് കയറിയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഞാൻ റിട്ടയർ ആവുന്നത് വരെ എനിക്ക് ഈ പൊസിഷനിൽ തന്നെ ഇരുന്നാൽ മതി, എനിക്ക് പ്രൊമോഷൻസ് വേണ്ട, എനിക്ക് അലവൻസുകൾ വേണ്ട, എനിക്ക് സാലറി ഹൈക്ക് വേണ്ട, ഞാൻ എൻ്റെ സർവീസ് അവസാനിക്കുന്നത് വരെ ഞാൻ ഈ ഒരു പൊസിഷനിലാണ് തന്നെയാണ് നിൽക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമോ നമ്മുടെ കൂട്ടത്തില്? ഉണ്ടാവുമോ? ഇല്ല. 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 പ്രൊമോഷൻ വീട്ടിൽ വേണം. പ്രതീക്ഷ ഇല്ല. അല്ല, എല്ലാവരും പ്രൊമോഷൻസിന്, അതായത് പ്രൊമോഷൻ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എല്ലാവരും, അല്ലെ? നമ്മളടക്കം എല്ലാവരും. ഞാനിങ്ങനെ ഇവിടെ തന്നെ നിൽക്കണം, എനിക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകുന്നു വേണ്ട, എനിക്ക് വയ്യ പണിയെടുക്കാൻ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവില്ല, കുറവാണ്, വളരെ കുറവാണ്. ഇല്ലാന്ന് ഞാൻ പറയണില്ല, എല്ലായിടത്തും ഉണ്ടാവുമല്ലോ വ്യത്യസ്തര്. അപ്പോൾ നമ്മുടെ പ്രൊഫഷനിൽ നമ്മുടെ ഉന്നതിക്കും നമ്മുടെ പ്രൊഫഷണൽ സക്സസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ കഴിവുകളാണ് സോഫ്റ്റ് സ്കിൽസ്. അതായത് നമ്മൾ രണ്ടു തരം സ്കിൽസ് പറയുമല്ലോ, ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും പറയുമല്ലോ. ഹാർഡ് സ്കിൽസ് നമ്മളെ ഒരു ജോലി നേടാൻ സഹായിക്കുന്ന സ്കില്ലുകളാണെങ്കിൽ ആ ജോലി നിലനിർത്താനും അവിടെ പ്രൊമോഷൻസ് നേടാനും അവിടെ നമുക്കൊരു സക്സസിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്ന കഴിവുകളാണ് സോഫ്റ്റ് സ്കിൽസ്. അതായത് ഇപ്പൊ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഉണ്ട്, ടൈം മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഈ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ നമ്മൾ അതായത് നേരത്തെ പറഞ്ഞ മൂർച്ച കൂട്ടുന്ന കാര്യം പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നാലാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇരുന്ന പൊസിഷനിൽ തന്നെ നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഒരു എംപ്ലോയിനെ എടുക്കുന്ന ഒരു കമ്പനി ഒരു ഇന്റർവ്യൂ വെച്ചു. ആ കമ്പനി നമ്മളിപ്പോ ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, അവിടെ നമ്മൾ റെസ്യൂമെ കൊടുത്തു വിചാരിക്കുക. ആ റെസ്യൂമെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ അക്കാഡമിക്സ് മാത്രമാണോ നോക്കുന്നത് അവിടെ? അല്ലല്ലോ. നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളുടെ അക്കാഡമിക്സ് ലെവലിൽ നോക്കിയിട്ട് മാത്രം നമുക്ക് അവരവിടെ അപ്പോയിന്റ്മെന്റ് തരില്ലല്ലോ. ഇല്ല. അപ്പൊ അവര് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താ? നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ആണ്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ബഹ്റൈനില് ന്യൂ ഹൊറൈസൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിൽ ഞാൻ ഇന്റർവ്യൂവിന് പോയി. അപ്പോൾ പോയത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, മിസ്റ്റർ ലിംനേഷ് അഗസ്റ്റിൻ എന്നുണ്ട്. ആളുടെ റെക്കമെൻഡേഷനിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം, സ്കൂളൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ ചെന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവർ പരിശോധിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ മാമും വൈസ് പ്രിൻസിപ്പൽ സാറും പിന്നെ മാമിന്റെ സെക്രട്ടറി ഒരു മിസ്സസ് ജാനറ്റ് എന്നുണ്ട്, ഒരു ലേഡി, അവരും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് അവിടെ ഇരുന്നിരുന്നത്. അപ്പൊ ഇവര് എന്റെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ടീച്ചർ വേക്കൻസിക്കാണ് ഞാൻ പോയിട്ടുള്ളത്. എനിക്ക് BEd ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നാലും സാരില്ല. അപ്പൊ എന്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് ചെന്നിരുന്ന് ഇവർ എന്റെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതായത് ഒരു മാക്സിമം ഒരു 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ അത്ര ചോദിച്ചിട്ടുള്ളൂ അവരെന്റെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ അവരെന്നോട് ചോദിച്ചു, KG ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നാട്ടിലൊരു ജോലിയും ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ പോവുകയാണ് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും സാരമില്ല, ഞാൻ ശരി ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, മാമിന്റെ റൂമിൽ ഒരു ചെറിയ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു സ്കെച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു കൗണ്ട് ചെയ്യാൻ പഠിപ്പിച്ചാൽ മതി. പിന്നെ അതുപോലെ മിസ്സിംഗ് നമ്പേഴ്സ്, ലാംഗ്വേജ് പഠിപ്പിക്കേണ്ട തൽക്കാലം, മിസ്സിംഗ് നമ്പേഴ്സ് പഠിപ്പിച്ചാൽ മതി എന്നാണ്. മിസ്സിംഗ് നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചാൽ മതി എന്നാണ്. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ബോർഡൊക്കെ യൂസ് ചെയ്യണമല്ലോ ഞാനങ്ങനെ ബോർഡൊക്കെ യൂസ് ചെയ്യാൻ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. ആ ഒരു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വൈസ് പ്രിൻസിപ്പൽ സാറിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാം പെട്ടെന്ന് മാമിന്റെ അടുത്ത് നീക്കാൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് മാം കരയുന്ന വഴിയിൽ ഒരു ആക്ഷൻ കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പതറിപ്പോയി. പതറിപ്പോയപ്പോൾ ഞാൻ എന്നാലും പക്ഷെ നമ്മൾ മുഖത്ത് കാണിക്കരുതല്ലോ. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ മാം കാണിച്ചിട്ട് പറഞ്ഞു, എഡ്വിൻ ഈസ് മിസ്സിങ്, ഐ വോണ്ട് ടു സീ ഹിം, ഹി ഈസ് മൈ ഗുഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാം ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് അവിടെ എന്താ ചെയ്യാനുള്ളത്, എവിടെയാണ് ഈ മിസ്റ്റർ എഡ്വിൻ എന്നുള്ളത് നോക്കല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് ആളെ വിളിച്ചു, എഡ്വിൻ വേർ ആർ യു, കം ആൻഡ് സിറ്റ് ഹിയർ മൈ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ആളെ അവിടെ എത്തി. അപ്പൊ രണ്ടാമത്തെ വിളിയിൽ ആള് വന്നു.
ആള് വന്നിരുന്ന് പിന്നെ ഞാൻ ഇവരെ പഠിപ്പിച്ചപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡൗട്ടൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അതൊക്കെ ആൻസർ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 35 മിനിറ്റ്സോളം ഇവരെന്നെ ആ ഒരു റൂമിലിട്ട് വിളിച്ചു. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഇവര് മാം ഞങ്ങളെ കാണാൻ വന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പോയിരുന്നപ്പോൾ മാം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് മാം പറഞ്ഞു വെൽ ഡൺ മൈ ഗേൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഹഗ് ചെയ്തു മാം. അപ്പം എനിക്ക് എന്താ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി, ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാവുമല്ലോ അവര് പറഞ്ഞത്. പക്ഷെ പിന്നീട് മാം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സ് ഇവിടെ നോക്കിയിട്ടില്ല. കാരണം ഇവിടെ വരുന്ന ഒരുവിധം എല്ലാവരും അക്കാഡമിക്കലി ഹൈ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പൊ അക്കാഡമിക്സിന് ഞങ്ങൾ ഇവിടെ അധികം പ്രാധാന്യം കൊടുക്കാറില്ല. ഞങ്ങൾ നിങ്ങളുടെ സ്കിൽസ്, എങ്ങനെ നിങ്ങൾ ക്ലാസ് റൂമിനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനത്തെ സ്കില്ലാണ് ഞങ്ങൾ ഇവിടെ നോക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല സ്കൂളിൽ, ടീച്ചേഴ്സിന് ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ ലിംന സാറിന്റെ റെക്കമെൻഡേഷൻ ആവുമ്പോൾ ആളുടെ വാക്ക് ഇവർക്ക് തട്ടിക്കളയാനും പറ്റില്ല. അപ്പൊ എന്നെ ഇവര് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എനിക്ക് ഈ ടാസ്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു നമ്മള് ക്ലാസ്സിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവര് ഞാൻ അവിടെ പതറി പോവുകയാണ്. ഇവര് മാമിന്റെ ഒക്കെ ആക്ഷൻ ഒരു പെട്ടെന്നായിരുന്നു മാം ഒക്കെ ആ ഒരു കരയുന്ന ഒരു ഇതൊക്കെ എടുത്തത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പതറിപ്പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരവിടെ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്. പക്ഷെ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹവും എന്റെ ഭാഗ്യവും ഒക്കെ കൂടിയിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടി. അപ്പൊ മാം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യാൻ അറിയാം, കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും ഓക്കെയാണ് നിങ്ങൾ. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ തൽക്കാലം വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നിന്നോളൂ. അത് കഴിഞ്ഞിട്ട് സ്കൂള് സെപ്റ്റംബറിൽ റീ ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ അവിടെ ആ സ്കൂളിന്റെ ഭാഗമാവുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത്, അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അക്കാഡമിക്സിനല്ല അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ അവർ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ കഴിവുകളെയാണ്, സ്കിൽസിനെയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെയും അതുപോലെ അഡാപ്റ്റബിലിറ്റി, ഇമോഷണൽ ഇന്റലിജൻസ്, അങ്ങനത്തെ സ്കില്ലുകളെ എങ്ങനെയാണ് ആ ഒരു വ്യക്തി ആ ഒരു സാഹചര്യം അവർ നമുക്ക് തരുന്ന ആ ഒരു ടാസ്ക് എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ അവിടെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള ആ സ്കിൽസിനെയൊക്കെയാണ് അവരവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ ഒരു എന്റെ സ്കിൽസിനെയാണ് അവിടെ പ്രിൻസിപ്പൽ മാം അവിടെ ഇവാലുവേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫഷനിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് നമുക്ക് ഇല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ കരിയർ സക്സസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 എണ്ണത്തിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതാണോ വിചാരിക്കും. പക്ഷെ നമ്മൾ എഴുതുന്നതും സംസാരിക്കുന്നതും മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? നോ. അല്ല. എന്നാ പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നുണ്ട് ഉള്ളത്? നമ്മുടെ ശരിക്കും മനസ്സിലുള്ള പറഞ്ഞു. എന്താണ് ആരെങ്കിലും ഒരാള്. ഇല്ല, പറഞ്ഞോളൂ, അനസർ പറയും. അർച്ചന മാം അല്ലേ മൂത്ത? അർച്ചന മാം പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആശയങ്ങൾ മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അതേ വേവ് ലെങ്തോടെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ പറയുക എന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മുടെ സംസാരം മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ വോയിസ് മോഡുലേഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ശരിയാണ് മാം. താങ്ക് യു സോ മച്ച് മാം. അതെ, മാം പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും വളരെ എഫക്റ്റീവായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും അവർക്കത് മനസ്സിലാക്കിയെടുക്കാനും കഴിയുമ്പോഴാണ് അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് ചിലപ്പോൾ നോൺ വെർബൽ ആക്ഷൻസ് ആയിരിക്കാം. ഇപ്പോൾ വേണു സാർ പറഞ്ഞ പോലെ നോൺ വെർബൽ ആക്ഷൻസ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു വർക്ക് പ്ലേസിലാവുമ്പോൾ ഒരിക്കലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെ? ഒരുപാട് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് തീരെ പറ്റില്ല. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് വളരെ നല്ല രീതിയിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവിടെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് അവിടെ കൺവേ ചെയ്യാൻ കഴിയണം. നമുക്ക് അതിനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു ടീമാണെങ്കിൽ ആ ടീമിന്റെ ലീഡർ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും,
അതുപോലെ ടീമിലെ ഓരോ മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിന് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, അതിന് വേണ്ട രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു അവസരം അവിടെ ഉണ്ടാവും. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഒരു സഹകരണം, എല്ലാവരും തമ്മിലുള്ള ഒരു സഹകരണം നമുക്ക് അവിടെ ഉറപ്പാക്കാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടീം വർക്ക്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെയാണോ ടീം വർക്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ. നമ്മൾ അതായത് ഒരു ടീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ ആ ഒരു ടീമിന്റെ ഇടയിൽ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് ടീം ആണെങ്കിൽ അവര് ഒരുപാട് ടാസ്കുകൾ തരും. ഓരോ മെമ്പേഴ്സിനും ടാസ്കുകൾ തരും. ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് അതിന് ഓരോ ടാസ്കുകൾ തരുമല്ലോ. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളത് പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളത് ഇതാക്കണം, കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടാസ്കുകൾ തരുമല്ലോ. അപ്പൊ ഈ ടാസ്കുകൾ തരുന്ന സമയത്ത് ആ ടാസ്കുകൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഓരോ റോളുകൾ ഉണ്ടായിരിക്കും. ഈ ടാസ്ക് അതായത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ടീമിന്റെ സക്സസിന് വേണ്ടിയിട്ട്, ആ ഒരു ടീം ഏറ്റെടുത്തുള്ള പ്രൊജക്ടിന്റെ സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഭംഗിയായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ സക്സസിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടീം വർക്ക്, ഒരു നല്ലൊരു ടീം വർക്ക് ഉള്ള സ്ഥലത്ത് അവിടെ ആ ടീം മെമ്പേഴ്സ് തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എല്ലാവരും തമ്മിൽ. അതുപോലെ തന്നെ ഒരു നല്ല പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കും. ഞാൻ ട്രസ്റ്റ് പറഞ്ഞല്ലോ, സോറി, ട്രസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. അവിടെ അവർക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും മാറ്റങ്ങളെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, അതായത് മാറുന്ന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവ്. ഇപ്പൊ നമ്മുടെ ലൈഫ് തന്നെ എടുക്കുമ്പോൾ നമ്മളൊക്കെ പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകളായിരിക്കും അല്ലെ. നമ്മുടെ ചെറുപ്പം മുതൽ, നമ്മളിപ്പോ ചെറുപ്പത്തിലുണ്ടാകുന്ന അതേ സാഹചര്യത്തിലാണോ നമ്മളിപ്പോ ജീവിക്കുന്നത്? അല്ലല്ലോ. ഇപ്പൊ നമ്മള് ഒരു പ്രൊഫഷണൽ ജോലിക്ക്, ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന അതേ സാഹചര്യത്തിലല്ലോ നമ്മൾ ഇപ്പോഴും ഉള്ളത്. അപ്പൊ അവിടെയൊക്കെ അതായത് ദിനം പ്രതി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകമേ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മൊമെന്റിലും. അപ്പൊ അങ്ങനത്തെ മാറുന്ന സാഹചര്യത്തില് നമ്മള് പൊരുത്തപ്പെടാൻ, അതായത് നമുക്ക് അവിടെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഈസിലി ഹാൻഡിൽ ചെയ്യാണ്, വലിയ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആ സാഹചര്യങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു കഴിവിനെയാണല്ലോ നമ്മൾ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഈ അഡാപ്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അവരൊരു തരം ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അതായത് എന്താ പറയാ, മാറ്റത്തിനെ ഉൾക്കൊള്ളാനും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറാനുമുള്ള ഒരു കഴിവ് നമ്മുടെ പ്രൊഫഷനിലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, തേർഡ് വൺ ആണ് പറഞ്ഞത്, ഫോർത്ത് വൺ പ്രോബ്ലം സോൾവിങ്. അതായത് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിന്റെ പേര് തന്നെ നമുക്കറിയാം എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു വർക്ക് പ്ലേസിൽ ഒരുപാട് ആളുകൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അതായത് വ്യത്യസ്ത കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെയൊക്കെ അപ്പൊ അവരൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണല്ലോ ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് തമ്മിൽ അതായത് ഇപ്പൊ ഒരു ടീമാണെങ്കിൽ ആ ടീമിന്റെ ഉള്ളിൽ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അതുപോലെ തന്നെ മറ്റേ ടീം എംപ്ലോയീസും ബോസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ സാധ്യതകൾ ഏകദേശം നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാര്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ മുൻകൂട്ടി തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. അതായത് അതിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മുൻകൂട്ടി തിരിച്ചറിയാനും അതിനെ പരിഹാരം കണ്ടെത്താനും അത് വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാനുള്ള കഴിവിനെയാണല്ലോ നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അത് തന്നെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ ക്രിയേറ്റിവിറ്റി, റിസോഴ്സ്ഫുൾനെസ്, ഇതൊക്കെ ഈ പ്രോബ്ലം സോൾവിങ്ങിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു എന്താ പറയാ, സ്ട്രോങ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവേഴ്സിന്
ഒരുപാട് വെല്ലുവിളികൾ അതിജീവിക്കാൻ പറ്റും. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് വെല്ലുവിളികൾ വരും. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവേഴ്സിന് ഒരുപാട് വെല്ലുവിളികൾ അതിജീവിക്കാൻ കഴിയും. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ അവരുടെ പ്രൊഫഷനിൽ വന്നാലും അവർക്കതിനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അതിനെ അതിൻ്റെതായ രീതിയിൽ അവർക്ക് അതിനെ സമീപിക്കാനും അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും എന്ത് റിസൾട്ടാണോ അവരതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവർ നേടണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ റിസൾട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്താനും കഴിയും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കാനും അതിനെ നിയന്ത്രിക്കാനുമുള്ള ഒരു കഴിവാണല്ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, സോഷ്യൽ സ്കിൽസ്, ഇതൊക്കെ ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ഉയർന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ എളുപ്പത്തിൽ നടക്കും. അതുപോലെ തന്നെ അതുകൂടെ തന്നെ അവർക്ക് നല്ല നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നല്ല നല്ല റിലേഷൻഷിപ്സ് അവിടെ ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യാനും കഴിയും. ആൻഡ് സിക്സ്ത് വൺ, ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെ? ഇപ്പൊ നമുക്കിപ്പോ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുമല്ലോ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ പല ആളുകളും പറയും ഞാൻ എത്ര ചെയ്തിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ പല കാര്യങ്ങളും പെൻഡിങ് ആയിട്ടിരിക്കുകയാണെന്നൊക്കെ ആൾക്കാർ പരാതി പറയും. അപ്പൊ നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ, നമ്മൾ ടാസ്കുകൾക്കാണ് അവിടെ മുൻഗണന കൊടുക്കുന്നത്. ടാസ്കുകൾ, അതുപോലെ ഡെഡ് ലൈൻസ്, ഓരോ ടാസ്കിനും നമ്മൾ ഓരോ ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുക. അതായത് ഒരു ടാസ്കിന് മുൻഗണന കൊടുത്തിട്ട് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സമയത്തിനെയും അതിനുള്ള റിസോഴ്സിനെയും നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ ടൈം മാനേജ്മെന്റ്. അപ്പൊ ഒരു ടൈം മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗോൾ സെറ്റിങ്, അതുപോലെ പ്രീ പ്ലാനിങ്, അതുപോലെ നമുക്ക് വരുന്ന വർക്കുകൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുക. വർക്ക് ലോഡുകൾ കറക്റ്റായിട്ട് ഓർഗനൈസിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് വളരെ വൃത്തിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ ഈ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾക്ക് അവർക്ക് അവരുടെ കരിയറിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതായത് വളരെ വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് ഈസിലി സക്സസ് ആവാനും പറ്റും. അതായത് ടൈമിനെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പല ആളുകൾ അതൊരു ബാലികറാമലയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾക്ക് കറക്റ്റായിട്ട് അവരുടെ പ്രൊഫഷനിൽ ഫോക്കസ് ചെയ്യാനും അതുപോലെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനും അതുപോലെ നമ്മളൊരു വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഹെൽത്തി ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാനും കഴിയും. ആൻഡ് സെവൻത്ത് വൺ, ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ താൻ വളരുന്നതിനോടൊപ്പം തന്നെ ഒപ്പമുള്ളവരെ അതിന് മുൻപിലും പോവാൻ അനുവദിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ എന്നല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാൾ വളരാൻ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുമ്പോൾ ആ ക്വാളിറ്റി ഉള്ള ഒരാളെയാണ് നമ്മളൊരു ലീഡർ എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അതെ, ശരിയാണ് മാം. താങ്ക് യു സോ മച്ച് മാം. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലീഡർഷിപ്പ് എന്നുള്ളത് ശരിക്കും ഒരു പദവിയോ അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനമൊന്നും അല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും കുറെ ഐഡിയാസ് ആയിട്ട് ഒരാൾ വരികയാണ്, ആ ആള് വന്നിട്ട് ഈ ഐഡിയ ഒക്കെ ഓരോരുത്തർക്ക് ആളുടെ ടീമിലുള്ള കുറെ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഇതൊക്കെ ചെയ്യുന്ന പറയുന്നതല്ല ഒരു കറക്റ്റ് ആയിട്ടുള്ള ലീഡർ. ഇപ്പൊ മാം പറഞ്ഞല്ലോ ലീഡറുടെ ആരാണ് ഒരു യഥാർത്ഥ ലീഡർ എന്നുള്ളത്. അതായത് പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടുന്നതിനാണ് നമ്മളൊരു ടീമിനെ, ഒരു ലീഡറുടെ അണ്ടറിൽ ഒരു ടീമിനെ കൊടുക്കുന്നു, അവർക്കൊരു ഗോൾ കൊടുക്കുന്നു. ഇങ്ങനെ ഈ ഒരു ഇതില് നമ്മൾ ഈ ഒരു ലക്ഷ്യം ഇതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യം, ഇതിനാണ് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്നത് കൊടുക്കുമ്പോൾ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അതിലെ ടീംമേറ്റ്സിന് ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലീഡറുടെ ഡ്യൂട്ടി തീർന്നിട്ടില്ല. ശരിക്കും ഒരു യഥാർത്ഥ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ കാണിച്ച് അവരെ എൻകറേജ് ചെയ്യാനും എംപവർ ചെയ്യാനും അവരായിട്ട് വളരെ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരിൽ ഒരാളായിട്ട് മാറുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി എടുക്കുക, അവരിൽ ഒരാളായിട്ട് മാറിക്കഴിഞ്ഞാൽ
അവരോട് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വളരെ പോസിറ്റീവായിട്ട് ഒരു എൻവയോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെയധികം വർക്കഹോളിക് ആവും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ലീഡറെ ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവും. അതായത് സ്വയം വളരുക മാത്രം ചെയ്യാതെ അവനവൻ വളരുന്ന, അതായത് ഒരു ലീഡർ വളരുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ലീഡറുടെ കൂടെയുള്ള ആളുകളെയും വളർത്തിയെടുക്കുക, അവരിൽ ഒരാളായിട്ട് നിൽക്കുക. എപ്പോഴും ഞാൻ ലീഡറാണ് എന്നുള്ള ആ ഒരു പൊസിഷനിൽ ആ ഒരു ഇതിൽ നിൽക്കാതെ എപ്പോഴും നമ്മളിൽ അതായത് ഈ ഒരു ഗ്രൂപ്പിൽ ഒരാളാണ് ഞാൻ, എൻ്റെ കൂടെ ഉള്ളവരാണ്. അപ്പൊ അവരെയും എന്നിലേക്കാളേറെ അവരെയും വളർത്തുക. അതായത് ലീഡറിനേക്കാളും ഒന്നുകിൽ ലീഡർക്കൊപ്പം, മാം പറഞ്ഞ പോലെ ഒന്നുകിൽ ലീഡർക്കൊപ്പം അല്ലെങ്കിൽ ലീഡറേക്കാളും കൂടുതൽ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് മാക്സിമം പിന്തുണ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇപ്പൊ ഈ ലീഡർ ഇത്രയും സപ്പോർട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യും, അവരെ എംപവർ ചെയ്യും, അവരെ വർക്കഹോളിക് ആക്കി എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ലീഡറെ ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു ശൈലി ഇവരുടെ ഇടയിൽ വളർത്തിയെടുക്കാൻ ഈ ഒരു ലീഡർക്ക് കഴിയും, ലീഡർ വിചാരിച്ചാൽ കഴിയും. അപ്പോൾ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ ഒരു ബാക്ക് ബോൺ പോലെ അവരുടെ കൂടെ നിന്ന് അവരെ വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും വർക്കഹോളിക് ആവും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് ഒരു യഥാർത്ഥ ലീഡർ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കോൺഫ്ലിക്ട്സ്, അതായത് ഒരു പ്രൊഫഷന്റെ ഒരു വർക്ക് പ്ലേസിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പ്രോബ്ലം സോൾവിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിൽ വരുന്ന ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്ലുക്ക് ഉള്ള ആളുകൾ ഇപ്പൊ ഒരു വിഷയത്തിനെ ഇപ്പൊ ഒരു വിഷയം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഞാൻ ആ വിഷയത്തിനെ സമീപിക്കുന്ന പോലെ ആയിരിക്കില്ല അർച്ചന സമീപിക്കുക, അതുപോലെ അനസാറ് സമീപിക്കുന്നത്, അല്ലെങ്കിൽ ആതിര മാമിന്റെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ വെജറനീസ മാമിന്റെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഒരു കുടക്കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് വലിയ സംഘർഷത്തിലേക്ക്, അതായത് കയ്യാങ്കളിയിലേക്കൊക്കെ നയിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ, വളരെ പോസിറ്റീവായ രീതിയിൽ ആരൊക്കെ തമ്മിലാണോ ഇഷ്യൂസ് ഉള്ളത് അവരെയൊക്കെ വളരെ കേട്ട് അവരെ അതിനുള്ള ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക. ആ സൊല്യൂഷനെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നതാണല്ലോ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫക്റ്റീവായിട്ട് നമ്മൾ ഓരോ കോൺഫ്ലിക്ട്സിനെയും കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ അതിനുള്ളൊരു സാധ്യത കുറയും. അതായത് ഇങ്ങനെ ഓരോ കോൺഫ്ലിക്ട്സും നമ്മൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അത് അവിടെ നടപ്പിലാക്കി അതിനെ നമ്മൾ വേരോടെ പിഴുതെറിയെന്ന് പറയല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അതായത് അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അതായത് എംപ്ലോയീസ് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഇതിനൊക്കെ പുറമെ ഒരു പോസിറ്റീവ് വർക്ക് കൾച്ചർ, ഒരു വർക്ക് എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഒരു ബെറ്റർ ടീം ഡൈനാമിക്സ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ടീം വർക്ക് പറഞ്ഞു, അഡാപ്റ്റബിലിറ്റി പറഞ്ഞു, പ്രോബ്ലം സോൾവിങ് പറഞ്ഞു, ദെൻ ഇമോഷണൽ ഇന്റലിജൻസ്, ടൈം മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഈ 8 സ്കിൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ 8 സ്കിൽസും നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ കരിയർ സക്സസിന് നമ്മളൊക്കെ ഓരോ പ്രൊഫഷനിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എന്താ, എനിക്ക് പ്രൊമോഷൻ കിട്ടണം, എനിക്ക് നെക്സ്റ്റ് ലെവൽ, ഓരോ ലെവലും എനിക്ക് കയറി പോകണം എന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും ഒരു പ്രൊഫഷനിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ സക്സസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ സ്കിൽസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമ്മുടെ കഴിവാണ് ആ സ്കില്ല്, നമ്മൾ കഥയിൽ പറഞ്ഞല്ലോ, അതേപോലെ നമ്മുടെ കഴിവാണ്. ആ നമ്മുടെ കഴിവിനെ നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുക. അതായത് അതായത് നമുക്ക് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് കൈവശമുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാര്യം എന്താ വെച്ചാൽ അവർക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ പ്രൊഫഷണൽ സക്സസ് ഉണ്ടാവും, അതുപോലെ അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും, അതുപോലെ മികച്ച തൊഴിൽ സാധ്യതയാണ് അവർക്ക് ഉണ്ടാവുക.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്കിൽസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രൊഫഷന്റെ സക്സസ് ആണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും അതുപോലെ ഒരു ടീമായി പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു സ്കിൽസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ സോഷ്യൽ സ്കിൽസിനെ പവർ സ്കിൽസ്, കോമൺ സ്കിൽസ്, എസെൻഷ്യൽ സ്കിൽസ്, അതുപോലെ കോർ സ്കിൽസ്, അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ സോഫ്റ്റ് സ്കിൽസിന്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന പ്രൊഫഷനിൽ അതേ നിപ്പ് നിൽക്കാതെ നമ്മൾ പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിൽസ് നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ വില്ല് ചോദിച്ച പോലെ ഒരു ചോദ്യം നമുക്ക് കേൾക്കാനുള്ള ഇട വരാതെ നമ്മൾ നമ്മുടെ സ്കിൽസ് എന്നും നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുക. നമുക്ക് താണ്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് കയറാനുള്ള ലെവൽസ് ഓരോന്നും കയറിക്കൊണ്ടേയിരിക്കുക. ആൻഡ് ഇതോടുകൂടി ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും, എന്നോട് ഇന്ററാക്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനുജ മാം. ഇതിന് ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. ഹലോ അനുജ മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സോഫ്റ്റ് സ്കിൽ എന്നുള്ളത്. അതെ. അങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പറഞ്ഞു തീർക്കാം. ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. പേര് സുധീഷ് എന്നാണ്. അവൻ ഈ ക്ലാസ് കാണുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ പറയട്ടെ. അപ്പം ആള് ഇതേപോലെ ഒരു സെയിൽസ് മേഖലയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവനോടൊപ്പം എനിക്ക് ജോലി ചെയ്യാൻ ആദ്യം സാധിച്ചു. പക്ഷെ 12 വർഷങ്ങൾക്ക് ഇപ്പുറം അവൻ എവിടെയാണെന്ന് ഞാൻ ഓർക്കുമ്പോൾ ആളിപ്പോഴും അതേ മേഖലയിൽ തന്നെ വർക്ക് ചെയ്തു പോകുന്നു. പക്ഷെ അവനോടൊപ്പം വർക്ക് ചെയ്ത ഞാൻ ഇന്നൊരു കമ്പനിയുടെ ജനറൽ മാനേജറായിട്ടിരിക്കുന്നു. അത് എന്ന് പറയുന്നത് മേഡം ഇന്ന് ഈ പറഞ്ഞ ഇത് 8 സോഫ്റ്റ് സ്കില്ലുകളുടെ ഓരോ പോയിന്റ് എടുത്തെടുത്ത് പറയുമ്പം അതിൽ ഞാൻ എന്നെ തന്നെ മാറ്റം വരുത്തുന്നതിന്റെ ആഫ്റ്റർ റിസൾട്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ CV-യിൽ എഴുതി ചേർക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് എന്നൊക്കെ എഴുതി ചേർക്കും. അത് വെറും CV-യിൽ മാത്രം ആകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സക്സസ്സിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിന് വളരെയധികം ഉദാഹരണങ്ങൾ ഓരോന്നും നാം എടുത്തു വെച്ച് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അത് ലൈഫിൽ സക്സസ് ആക്കി എടുത്തവർക്ക് ഈ ക്ലാസ് കൊണ്ട് ഒരുപാട് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു സംശയം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ടൈം മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞപ്പോൾ മേഡം ഒരു വാക്ക് പറഞ്ഞു. അത് ഒരുപാട് പല ഭാഗത്തും അത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ സംശയം ഇന്നും മാറിയിട്ടില്ല. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ അത് ആർക്കെങ്കിലും, മാമിനെ ഉൾപ്പെടെ ആർക്കെങ്കിലും മാറ്റിത്തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ, യുവർ പെർമിഷൻ. ചോദിച്ചോളൂ. ടൈം മാനേജ്മെന്റിൽ മേഡം പറഞ്ഞായിരുന്നു പലരും ഇതിനെ കാണുന്നത് ഒരു വലിയ ബാലികേറ മലയായിട്ടാണ്. എന്താണ് ഈ ബാലികേറ മല എന്നൊന്ന് വിശദമാക്കി തരും. ബാലികേറാമല എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റോറിയല്ലേ, ഒരു ശൈലിയാണല്ലോ ബാലികേറാമല. അത് ആ ശൈലി ഏ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ എന്നുള്ള ക്യാരക്ടറൊക്കെ എനിക്ക് അറിയാം. അപ്പൊ ആ അതിന് അതിന്റെ ഒരു പൊരുള്, അതിന്റെ പിന്നിൽ ഒരു പൊരുളുണ്ടെന്ന് എനിക്കുള്ളത് അറിയാം. പക്ഷെ എന്താണെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഇതിലൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ. ബാലികേറാമലയുടെ പിന്നിലുള്ള പൊരുളോ, അതിന്റെ ആ, പിന്നിലുള്ള സ്റ്റോറിയാണോ ചോദിക്കുന്നത്? കിഷ്കിന്ധാകാന്ഡം പോലുള്ള അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ആ സ്റ്റോറിയാണോ ചോദിക്കുന്നത്? അത് തന്നെ. ജസ്റ്റ് ആ സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലി സുഗ്രീവൻ എന്നുള്ള 2 ബ്രദേഴ്സ് ഉണ്ടല്ലോ. അതില് അറിയാം ബാലി അറിയാം. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരുപാട് ശക്തിയുള്ള ഒരു ആളാണ്. ഒരുപാട് വരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആളോട് നേർക്ക് നേർ പൊരുതുന്ന ആളുടെ പകുതി ബലം ആൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണല്ലോ ആളുടെ വരം. അപ്പൊ ആ ഓക്കെ. സമയത്ത് അതില് ആള് ഭയങ്കര അഹങ്കാരിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരിക്കൽ ഒരു അസുരനെ ആയിട്ട് ഭയങ്കര ഫൈറ്റായി. ആ ഫൈറ്റായ സമയത്ത് ഈ അസുരന്റെ പകുതി ബലം ഇയാൾക്ക് ഇങ്ങോട്ട് കിട്ടി, ബാലിക്ക്. അപ്പൊ ബാലി ഇയാളെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുഴറ്റുമല്ലോ, ഇങ്ങനെ ആ ചുഴറ്റിയിട്ട് ആ ഒരു
അവർ ഏറെറിഞ്ഞപ്പോ എനിക്കറിയുന്ന കഥ അങ്ങനെയാണ് കേട്ടോ, അതാ പറയുന്നത്. ആ ഏറെറിഞ്ഞപ്പോ ഒരു പർവ്വതമുണ്ട്, ഋഷ്യമൂകാചലം എന്ന് പറഞ്ഞിട്ടൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തില് കുറെ മുനിമാര് തപസ്സിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മുനിമാർക്കാണ് മുനിമാരുടെ ഇടയിലേക്കാണ് ഈ ഒരു ഇയാളുടെ തല ചെന്ന് വീണത്, ഈ അസുരന്റെ തല ചെന്ന് വീണത്. അപ്പൊ അവർക്ക് അത് ഭയങ്കര, അവര് യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഹോമകുണ്ടത്തിലേക്ക് ഈ തല ചെന്ന് വീഴുമ്പോ അവർക്ക് എത്രയായാലും അതൊരു എന്താ പറയാ, അശുഭമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു എന്താ പറയാ, അവർക്കത് സഭ്യമല്ലാത്തൊരു കാര്യമാണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർ അത്രയും നേരം എടുത്ത എഫേർട്ടിനൊക്കെ ഉള്ള ഒരു ഇതല്ലേ, എഫേർട്ടൊക്കെ വെറുതെ എന്നുള്ള ഒരു ഇതാണല്ലോ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണല്ലോ ഒരു ഹോമം നടത്തുക. അപ്പൊ അവർക്കത് ഭയങ്കര ദേഷ്യമായി, ഭയങ്കര ഇതായി. അപ്പൊ അവർ ആ ദേഷ്യം കൊണ്ട് ഏതോ ഒരു മുനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ മുനി ശപിച്ചു, മേലാൽ നീ ഈ പർവ്വതത്തിലേക്ക് കാല് കുത്തി പോവരുത്, ആ കാല് നീ എങ്ങാനും ഈ പർവ്വതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ശാപം ഈ ബാലിക്ക് കിട്ടിയപ്പോ ബാലിക്ക് അവിടെ മാത്രം പ്രവേശനമില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റോറി, അല്ല, അങ്ങനെ ഒരു ബാലിക്ക് അങ്ങനെ ഒരു ശാപം ഉള്ളതുകൊണ്ടാണല്ലോ ബാലി അടിച്ചോടിച്ചപ്പോ ബാലിയുടെ അനിയൻ ഓടിപ്പോയിട്ട് ആ പർവ്വതത്തില് എന്താണ് അഭയം പ്രാപിച്ചത്. കാരണം അങ്ങോട്ട് മാത്രം ബാലിക്ക് കേറില്ല, ബാക്കി ലോകത്തിന്റെ ഏത് മൂലയിലേക്ക് വേണമെങ്കിൽ പറ്റുമല്ലോ. അപ്പൊ അതൊരു മല, അതാണ് ബാലി കയറാൻ മല എന്നുള്ളത് പറയുന്നത്. അപ്പൊ ആ ഇപ്പൊ ശൈലി അതിന്റെ ഇപ്പം ഒരു ഐഡിയ കിട്ടി. അതായത് നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പം ആരെങ്കിലും ഒരാളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും എന്നുള്ളതാണ്. അതിന്റെ ഒരു സ്റ്റോറി അറിയണമെന്ന് പെട്ടെന്ന് തോന്നിയോണ്ട് ചോദിച്ചാ. എന്തായാലും മാമിന് അറിയാവുന്ന രീതിയിൽ കൃത്യം പറഞ്ഞു തന്നു. അപ്പൊ നമുക്കറിയാം, ഒരു ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറയും, ബാലിക മല എന്ന് പല പ്രാവശ്യം നമ്മൾ പറയുമ്പോഴും അത് ബാലിക്ക് പോലും കയറാൻ പറ്റാത്ത അത്രയും വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും കാണുന്നത് എന്ന്. ഓക്കെ, താങ്ക് യു മാം. ചെറിയ സമയം കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ചോദിച്ചു തന്നേനെ. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അനുജ ജി, അത് ഒരെണ്ണം പറഞ്ഞ ഒരു പോയിന്റിന് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. യുൽ ബി ഏബിൾ ടു യൂസ് ദിസ് എക്സാമ്പിൾ ഇൻ യുവർ ഫ്യൂച്ചർ ഏതെങ്കിലും ട്രെയിനിങ് സെഷൻസിൽ. ഒരെണ്ണാണ് പറഞ്ഞത്, പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഒരു നല്ലൊരു ലീഡർഷിപ്പിന്റെ ഒരു സൈനാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ആ ഒരു ഇതില് ഞാനിവിടെ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസ് നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് പേര് ബംഗ്ലാദേശിൽ നിന്നുള്ളവരെല്ലാവരും ഇന്ത്യയിലിരിക്കുന്നു. അമേരിക്കയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ് ഇവിടെ ഒരുപാടുണ്ട്. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മുമ്പ് കഴിഞ്ഞാണ് പറഞ്ഞത്, പുള്ളിയുടെ ഒരു പ്രോമിസാണ്, മാസ് ഡീപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ്. അപ്പോൾ ഒപ്പോസിഷൻ പാർട്ടിയെല്ലാം പറഞ്ഞു ഇതെല്ലാം വെറും ഇലക്ഷന് വേണ്ടിയിട്ട്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ പറയാണ്. അത് ഇംപോസിബിൾ. എത്ര ഉണ്ട്? മില്യൺസ് ഉണ്ട്. ഇവരെ ഇതാക്കാനായിട്ട് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത്രയ്ക്ക് ഫോഴ്സ് ഉണ്ടോ? പിടിക്കണ്ടേ? ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ചെന്ന് പിടിക്കണ്ടേ? പിടിച്ച് ഇവരെല്ലാം കൊണ്ടൊന്ന് കയറ്റി വിടാന്ന് പറഞ്ഞാല്. ആൻഡ് വാട്ട് ഡിഡ് യു ഡു? പ്രോബ്ലം സോൾവിങ്. അനുജിക്കും അർച്ചനാജിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട്. വന്ന ഉടൻ തന്നെ എന്ത് ചെയ്തു? കുറെ രാജ്യത്തു നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷനെ പിടിച്ചിട്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ തന്നെ 3 പ്ലെയിനിലാണ് 300 പേരെ നാട്ടിൽ എത്തിച്ച്. അറിയാമല്ലോ അനുജയ്ക്ക്? 3 പ്ലെയിനില് 300 പേര് പഞ്ചാബിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്നൊക്കെ വന്നവരെ എങ്ങനെ കൊണ്ടുവന്നു? കയ്യില് വിലങ്ങിട്ട് കാലില് ചങ്ങല കെട്ടി ഇവരെ കൊണ്ടുവന്ന് ഇറക്കുന്നത് എല്ലാ TV ചാനലിലും എല്ലാവരും കാണാൻ പറ്റി. അപ്പൊ ഈ പഞ്ചാബിൽ നിന്നൊക്കെ 40 ലക്ഷം 50 ലക്ഷം എല്ലാം കൊടുത്ത് വേറെ മാർഗത്തിൽ കൂടെ വന്ന് മെക്സിക്കോയിൽ കൂടെ അകത്ത് കയറുന്നവരാണ് ഇവരൊക്കെ. ഇത്രയും പേര് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നത് കണ്ടോടുകൂടി ഇപ്പോൾ അവിടെ നിന്ന് ആരും തന്നെ ഇല്ലീഗലായിട്ട് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു ഇതിൽ. അപ്പൊ പ്രിവെൻഷൻ, ലീഡർഷിപ്പിന്റെ പ്രോബ്ലം സോൾവിങ്, പ്രിവെൻഷൻ. അതല്ലാതെ ഓരോരുത്തരെയും ഇനിയും വരുന്നവരെല്ലാം പിടിച്ച് വിടാന്ന് പറഞ്ഞാല് എവിടെ എത്തുന്നില്ല. വേറെയും കുറെ രാജ്യങ്ങൾ അയച്ചോടുകൂടി, ഫോർ യുവർ ഇൻഫർമേഷൻ,
1.6 മില്യൺ, അതായത് 16 ലക്ഷം ഇല്ലീഗൽ ഇമിഗ്രൻസ് സെൽഫ് ഡിപ്പോർട്ട് ചെയ്തു. പിടിക്കാതെ തന്നെ അവർ തന്നെ പോകുന്നേ എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. അതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. നമ്മുടെ അവിടെ അത് കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിപ്പുണ്ട്. ബംഗ്ലാദേശിലുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ചില കാര്യം ട്രംപിന്റെ അടുത്ത് പഠിക്കണം. ഓക്കെ, ഇത്രയും മാത്രം പറയുന്നു. റിയൽ ലൈഫ് എക്സാമ്പിൾ ഫോർ പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഓക്കെ, ബൈ. താങ്ക് യു സർ, താങ്ക് യു. ഹലോ മാം, വളരെ ഹായ് നല്ലൊരു മാം. ഹായ് വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ലൈഫ് സ്കില്ലുകളെല്ലാം തന്നെ സ്റ്റോറിയിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാം വളരെ നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഓക്കെ സർ. നമുക്ക് ഇപ്പോഴത്തെ, ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്നവനല്ല, പക്ഷെ രാഷ്ട്രീയത്തിലെ എക്സാമ്പിൾസ് പറഞ്ഞേ പറ്റൂ. രാഷ്ട്രീയത്തിലെ എക്സാമ്പിൾസ് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയം ഇതല്ല, റിയൽ ലൈഫ് എക്സാമ്പിൾസ്. കോൺഗ്രസ് പാർട്ടിയിൽ മൊത്തം 99 MP-മാരുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. 99 MPs ഇൻക്ലൂഡിങ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ബാക്കി 98 MP-യിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു പേരാണ് ശശി തരൂർ. എന്താണ് ശശി തരൂരിന്റെ സോഫ്റ്റ് സ്കിൽസ്? ശശി തരൂരിന്റെ അത്രയും സോഫ്റ്റ് സ്കിൽസ് സ്ട്രോങ് ആയിട്ട് ലീഡർക്ക് ആർക്കും ഇല്ല അവിടെ. അതാണ് ശശി തരൂരിന്റെ സ്ട്രെങ്ത്. ആ ഗ്രോത്ത് മുഴുവനും നേരെ UN നിന്നിട്ട് ലാറ്ററൽ എൻട്രിയാണ്. 2009 വരുന്നതിന് മുമ്പ് രാഷ്ട്രീയത്തിലൊന്നും ഇല്ല, ലാറ്ററൽ എൻട്രിയിൽ വരുന്നു. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, അന്ന് ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പൊ അവിടെ ഒന്ന് മത്സരിക്കുന്നു, പുഷ്പം പോലെ ജയിക്കുന്നു. ആ സോഫ്റ്റ് സ്കിൽസ്, ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ലിസൺ ടു ഹിം, വാച്ച് ഹിം ആൻഡ് ഈവൻ ടോക്ക് ടു ഹിം എ കപ്പിൾ ഓഫ് ടൈംസ്. അതുകൊണ്ട് സോഫ്റ്റ് സ്കിൽസിന്റെ പവർ ശശി തരൂർ കാണിച്ചു തന്നു. So this is another example. You can use it in your future talks, Anuja ji. Thank you. താങ്ക് യു സർ. യെസ് അംബിക മാം. അനുജ നന്നായി പറഞ്ഞു. എന്തായാലും സ്കിൽസിനെ കുറിച്ചിട്ട്, സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച്. എന്തായാലും നമ്മൾ ഈ 8 സോഫ്റ്റ് സ്കില്ല് ഇതിന് മുമ്പ് ഒരുപാട് സെഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വേറെ പലരുടെയും. അപ്പൊ എന്തായാലും അനുജയുടെ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മീൻസ് പേഴ്സണൽ സ്റ്റോറീസ് ഒക്കെ പറയുന്നത് പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി, ഇതെങ്ങനെയൊക്കെ പറയാം എന്നുള്ളത്. അവിടെ നന്നായി പറഞ്ഞു സ്റ്റോറീസ് ഒക്കെ. പിന്നെ ഈ ബാലികേറ മലയുടെ സ്റ്റോറി ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനത്തെ ചെറിയ ക്ലാസ്സുകളിലൊന്നും ഞാൻ അങ്ങനത്തെ കഥകളൊന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തോ സ്റ്റോറി ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ അത് കിട്ടി. ഓക്കെ, അപ്പൊ ഒരു ട്രെയിനർ എന്നൊക്കെ ആയിരിക്കുമ്പോൾ അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു മാം, താങ്ക് യു. ഈ സ്റ്റോറീസ് ഒക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. പിന്നെ അതിന് എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ഈ മഹാഭാരതവും അതുപോലെ ഭാഗവതവും രാമായണമൊക്കെ ഞാൻ ബുക്സ് ആയിട്ട്, നമ്മുടെ വെക്കേഷൻ ഉണ്ടാവുമല്ലോ, +2 ഒക്കെ വെക്കേഷനിൽ ബുക്സ് സ്റ്റോറീസ് ആയിട്ട് കിട്ടും. അല്ലാണ്ട് വല്ല അധ്യാത്മരാമായണം ഒന്നല്ല അതൊന്നും വായിച്ചിട്ടുള്ളത്, സ്റ്റോറീസ് ഉള്ളത് ബുക്സ് വാങ്ങിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത്യാവശ്യം ഒരു റീഡിങ് ഹാബിറ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ട് എന്റെ കയ്യിൽ അല്ലാതെ ഇത് 3 സ്വന്തമായിട്ട് ഓരോ കോപ്പി ഉണ്ട്. അങ്ങനെ അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അങ്ങനെ അന്ന് വായിച്ചിട്ടുള്ളത്. ഇപ്പോ എനിക്ക് പലപ്പോഴും ഈ കൗൺസിലിംഗ് സെഷനിലൊക്കെ ചിലപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആവാറുണ്ട് അങ്ങനത്തെ സ്റ്റോറീസ്, അന്ന് വായിച്ചിട്ടുള്ള ഇത്തരം സ്റ്റോറീസ്. അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒന്ന് പൊടി തട്ടി എടുക്കുന്ന സമയത്ത് നമുക്കത് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ശൈലികളൊക്കെ നമ്മൾ യൂസ് ചെയ്യല്ലോ. അപ്പൊ അങ്ങനെ അത് നന്നായിട്ടുണ്ട്. താങ്ക് യു. അത് നന്നായി. പിന്നെ ഇപ്പൊ വേണു സാർ പറഞ്ഞത് ഞാൻ ഇതിനകത്ത് പറയാമോന്ന് അറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഈ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കഥ പറയുമ്പോ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കൂലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, എന്റെ ഒരു ഡൗട്ടാണ്. സാർ പറഞ്ഞത് Okay. കറക്റ്റ് അല്ല. അല്ല, ഓക്കെ, ആ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഐ എം ബൗണ്ട് ടു എക്സ്പ്ലെയിൻ. റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറയണം, വെദർ സംബഡി ലൈക്സ് ഇറ്റ് ഓർ നോട്ട്. എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഫാക്റ്റ് ആയിരിക്കണം. പറയുന്നത് ഫാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറയണം, ഫാക്റ്റ് അല്ലാത്തത് പറയരുത്. സിമ്പിൾ ഇതാണ് റൂൾ.
ഫാക്ട് ആയിരിക്കണം, അത് ട്രൂ ആയിരിക്കണം. ആ, ശശി അതെ. തരൂരിന് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ്സ് ട്രൂ. ഇവിടെ 1.6 മില്യൺ ഇവരെ സെൽഫ് ഡിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ഫാക്റ്റ് ആണോ അതോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി പറഞ്ഞാണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. കാര്യം ഓക്കെ. പക്ഷെ ഞാൻ ശശി തരൂർ സാറിന്റെ കാര്യം പറഞ്ഞത് ആണ് ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല. എനിക്ക് അദ്ദേഹത്തെ എനിക്കും ഇഷ്ടമാണ്, ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ പേഴ്സണലി ഒരാളെ എടുത്ത് പറയുമ്പോൾ മീൻസ് ഇറ്റ് മേ ബി ഫ്രം പൊളിറ്റിക്സ് ആയാലും മതമായാലും രാഷ്ട്രീയമായാലും അതൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമോ എന്നൊരു ഡൗട്ട്, അത്രേ ഉള്ളൂ. വരും വരും ഇഷ്ടപ്പെടാതെ വരും. എന്ത് പറഞ്ഞാലും അതിനെ ഇഷ്ടപ്പെടാതെ എതിർക്കാനായിട്ട് ഒരു പറ്റ ആൾക്കാർ കാണും. എന്ത് പറഞ്ഞാലും അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം, കേട്ടിട്ടില്ലേ? അതാണ് ലോകത്ത്. എന്ത് പറഞ്ഞാലും വാട്ട് എവർ യു സേ, അത് ഒന്ന് പറയാതിരിക്കുന്നവരാണ് മിക്കവരും വന്നിട്ട് ലൈഫിൽ ഒന്ന് സക്സീഡ് ചെയ്യാത്തത്, ഒന്ന് സക്സസ്ഫുൾ ആകാത്തതിന് കാരണം എന്താ അറിയാം? എല്ലാവരെയും പ്ലീസ് ചെയ്യാനായിട്ട് ഇത് പറഞ്ഞ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് പറയും എന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട്. ഞാൻ വന്നിട്ട് ഇവിടുത്തെ ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഇവിടുത്തെ അമേരിക്കയിലെ സ്റ്റാഫ് മീറ്റിങ്ങിൽ പല പ്രോട്ടോകോൾസും പോളിസീസും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ വല്ല ഫ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബാക്കി മിക്കവരും പറയത്തില്ല. ഞാൻ എണീറ്റ് നിന്ന് പറയും. പറയുന്നുണ്ടെന്താണ്, എനിക്ക് ഒരുപാട് കയ്യടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കയ്യടി കിട്ടിയപ്പോൾ എന്ത് പറ്റി? എൻ്റെ സൂപ്പർവൈസർക്ക് ഞാൻ ശത്രുവായിട്ട് മാറുന്നു. ഞാൻ അതിലെ ഫ്ലാസ് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ സൂപ്പർവൈസർ സ്റ്റാർട്ട്സ് സീയിങ് ആസ് ഒരു എനിമി ആയിട്ട്. പിന്നെ ഒരുപാട് ഹരാസ് ചെയ്തു. എന്നിട്ട് ഞാൻ നിർത്തിയോ? ഇല്ല. നേരത്തെ അനുജ പറഞ്ഞ പോലെ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ കറേജ് വേണം. കറേജ് ഇല്ലാത്ത, വെറും നട്ടലില്ലാത്ത ഒരാൾക്ക് പോലും ലീഡറാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഐ സ്പീക്ക് ബോൾഡ്ലി. അതാണ് അംബിയാജി ഓക്കെ, എൻ്റെ ഞാനൊരു അടുത്ത് ഡൗട്ട് പഠിക്കാനുള്ള ചോദിച്ചു. ഒറ്റപ്പാടം. വേറെ ഡൗട്ട്, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്. ആ ഡൗട്ട് അതാണ് ഞാൻ ക്ലിയർ ചെയ്തത്. ഡൗട്ട് ക്ലിയർ ചെയ്യാണ് ഞാൻ. ദി സെയിം തിങ്. ഒരിക്കലും അതേപോലെ ടൈം മാനേജ്മെന്റ് അദ്ദേഹം ചോദിച്ചു. ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെ സിമ്പിളാണ്. ടൈം മാനേജ്മെന്റ് ഒക്കെ ഇപ്പൊ ഞാൻ അർച്ചനാജി പെർമിഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഇത് പറയാം. അല്ലാതെ ഞാൻ പറയത്തില്ല. കാരണം ഞാനിവിടെ സെൽഫ് പ്രൊമോഷൻ വന്നിരിക്കുകയല്ല. ബിസി 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 സിൻഡ്രോം എന്ന് പറഞ്ഞ എൻ്റെ ഒരു യൂട്യൂബിൽ ഒരു ഇത് കിടപ്പുണ്ട്, കുറേ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തത്. ഈ ബിസി ആകുന്നത് എന്തുകൊണ്ട്, അതെങ്ങനെ മാനേജ് ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ്. പിന്നെ ഒന്ന്, ഹൗ ടു ക്യൂർ ടൈം പോവർട്ടി. സമയമില്ല, ദാരിദ്ര്യം പറയാൻ. അതിനെങ്ങനെ മാനേജ് ചെയ്യാം. സമയമുണ്ടെന്നുണ്ടെങ്കിൽ അനാസ്ജി ഗൂഗിളിൽ സെർച്ച്, അല്ല മറ്റേ യൂട്യൂബിൽ സെർച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് കാണും. പിന്നെ ഞാൻ കഴിഞ്ഞവിടെ പറഞ്ഞ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, എനിക്ക് ഇനി പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടത്ര കാശുണ്ട്. അതാണ് ഐ എം നോട്ട് ഡൂയിങ് ദിസ് ഓർ ഷെയറിങ് ദീസ് തിങ്സ് ടു മേക്ക് എനി മണി. അതുകൊണ്ട് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു. താങ്ക് യു വേണു സർ. താങ്ക് യു. അംബിക മാം ചോദിച്ച ആ ഒരു സംശയത്തിന് എന്റെ ഒരു ഭാഗത്തുനിന്നൊരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനത്തെ ലൈവ് എക്സാമ്പിൾസോ കാര്യങ്ങളോ എടുത്തിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് പുറകെ വരുന്ന ചോദ്യങ്ങൾ നേരിടാനുള്ള ഒരു ചങ്കുറ്റം നമുക്ക് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ, എന്തുകൊണ്ടാണ് നമ്മൾ ആ എക്സാമ്പിൾ എടുത്തതെന്നും ആ എക്സാമ്പിളിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. പക്ഷെ അതേസമയം അവിടെ നിന്ന് ഇവിടെ നിന്നും കേൾവിയും അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ എക്സാമ്പിൾസ് സ്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അത് നേരിടാനും അത് ക്ലിയർ ചെയ്യാനും നമുക്ക് സാധിക്കാതെ വന്നാൽ അവിടെയാണ് നമ്മുടെ ഡ്രോബാക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈവ് എക്സാമ്പിൾസും ആളുകൾ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാവാം, ഇഷ്യൂസ് ഉണ്ടാവാം, ക്വസ്റ്റ്യൻസ് ആളുകൾ പുട്ട് ഫോർവേഡ് ചെയ്യും, എല്ലാം ഉണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള സിറ്റുവേഷൻ കൂടി ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള എക്സാമ്പിൾസ് എടുക്കാം. അതല്ലാതെ നമ്മൾ കുറച്ചും കൂടി സേഫർ സോണിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ എടുക്കുന്ന ഓഡിയൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എന്താണ് എക്സാമ്പിൾസ് പറയേണ്ടതെന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ഓഡിയൻസ് നമ്മളൊരു കോമൺ മാൻ എന്നുള്ള ആ ഒരു ഏരിയയിലാണ് എടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ അനുജ മാം പറഞ്ഞ പോലെ വെറും ഒരു ആ മരം വെട്ടുകാരന്റെ അല്ലെ ആ ഒരു എക്സാമ്പിൾ, ആ രണ്ട് വ്യക്തികളെ വെച്ച് തന്നെ ആ ഒരു സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന കാര്യത്തിനെ അവിടെ സ്റ്റേറ്റ് ചെയ്തു. നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസുകൾ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലയന്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കേസുകളൊക്കെ ഉപയോഗിക്കാം.
കഴിവതും യഥാർത്ഥ പേരുകൾ ഉപയോഗിക്കാതെ തന്നെ, കഴിവതും നല്ല പേരുകൾ ഉപയോഗിക്കരുത്. നമ്മൾ അതിന് എന്തെങ്കിലും ഒന്ന് നെയിം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ സ്റ്റേറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാം. കാരണം ഈ ലൈവ് എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ആളുകളെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആളുകളായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടി. ഏതായാലും ഒരു കാര്യം ഷുവറാണ്, ഞാനിത് പറഞ്ഞ കാരണം അംബിയാജി അടുത്ത ജന്മത്തിൽ വന്നാലും ഞാൻ പറഞ്ഞു ഓർത്തിരിക്കും, ഈ ശശി തരൂരും ട്രംപും. അതാണ് മെമ്മറി കറണ്ട്, അല്ലെ മറന്നു പോകും. എത്രയോ പേര് പറഞ്ഞേച്ചു പോയിട്ട് മറക്കത്തില്ല. ഈ പറഞ്ഞത് അംബിയാജി ഇനി ഒരിക്കലും മറക്കത്തില്ല. അതാണ് കമ്മ്യൂണിക്കേഷന്റെ പവർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ, താങ്ക് യു സർ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം, കാരണം സമയം വളരെ കുറവാണ്. ഓക്കെ, അടുത്തൊരു സെഷനും കൂടി ഉണ്ട് എനിക്ക് 8 മണിക്ക്. സോ ഇത്രയും നേരം ഇവിടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നവർക്ക് ഒരുപാട് നന്ദി. ഇൻട്രോ പറഞ്ഞ ആതിര മാമിനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചുള്ള ഈ ടോപ്പിക്കിൽ ക്ലാസ് എടുത്ത അനുജ മാമിനും താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ മറ്റൊരു സെഷനിൽ നമുക്ക് വ്യാഴാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അന്നും ഇതുപോലെ ലൈവ് പാർട്ടിസിപ്പേഷനോടുകൂടി എല്ലാവരും ഉണ്ടാവണം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.